മിണ്ടാതിരുന്നിട്ടും കണ്ണടച്ചിട്ടും മതിയായെങ്കിൽ ഇനിയെങ്കിലും അവർക്ക് വേണ്ടി എന്തെങ്കിലും ചെയ്തൂടെ? ചോദ്യം മറ്റാരോടും അല്ല, നിങ്ങളോട് തന്നെയാണ്, എന്നെ കേൾക്കുന്നവരോട്. ആർക്ക് വേണ്ടിയാണെന്നല്ലേ പറയാം. This is Dr. Leo here. Welcome back to my podcast. അവരുടെ കരച്ചിലുകൾ നിങ്ങളുടെ ഉറക്കം കെടുത്തുന്നുണ്ടാവില്ല, അവരുടെ വിശപ്പ് നിങ്ങളെ ബാധിക്കുന്നുണ്ടാവില്ല. പക്ഷെ നമ്മൾ തിരിച്ചറിയേണ്ടത് ഈ നടന്നുകൊണ്ടിരിക്കുന്നതൊക്കെ ഒരിക്കലും കേവലം കേട്ടുകേൾവികളോ സിനിമാ കഥകളോ അല്ല. നാം ഇന്ന് ജീവിക്കുന്ന ലോകത്ത് കറന്റ്ലി നടന്നുകൊണ്ടിരിക്കുന്ന അതെ ഗാസ പട്ടിണി മരണങ്ങള്, എല്ലും കൂലുമായി ഒട്ടിയുണങ്ങി മനുഷ്യക്കോലങ്ങള്, വിശന്ന് കരയുന്ന കുഞ്ഞു മക്കള്, ഒടുവില് ലോകത്തിന്റെ ക്രൂരതയ്ക്ക് മുന്നില് മരണത്തിന് കീഴടങ്ങുന്ന മനുഷ്യ ജീവനുകൾ. ഇതാണ് ഗാസയുടെ ഇന്നത്തെ ചിത്രം. നിറങ്ങള് മാഞ്ഞുപോയ ചിത്രം. കുഞ്ഞുങ്ങൾ ഉൾപ്പെടെ 100 കണക്കിന് പേരാണ് ഇതിനകം ഭക്ഷണവും വെള്ളവും കിട്ടാതെ പട്ടിണി കിടന്ന് മരിച്ചത്. കേട്ടത് തെറ്റിയിട്ടില്ല. യെസ്, പട്ടിണി. അതും ഈ 2025. ഇത് പൊളിറ്റിക്സിനെ കുറിച്ചല്ല, മതത്തെക്കുറിച്ചുമല്ല, മനുഷ്യത്വത്തെ കുറിച്ചാണ്. ഹാഷ്ടാഗുകളിൽ ഒതുങ്ങിപ്പോകുന്ന ഒരു സഹായമല്ല ഇന്ന് അവർക്ക് ആവശ്യം. ജീവൻ നിലനിർത്താൻ ഒരിറ്റു ഭക്ഷണമാണ്, ഒരല്പം വെള്ളമാണ്. അത് തെക്കൻ ഇന്ത്യയിൽ ജീവിക്കുന്ന മലയാളികളായിട്ടുള്ള സാധാരണക്കാരായിട്ടുള്ള നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും എന്നാണ് നിങ്ങളുടെ ചോദ്യമെങ്കിൽ അതിനുള്ള ഉത്തരവായിട്ടാണ് ഞാൻ ഇന്ന് വന്നിട്ടുള്ളത്. സഹതാപവും പ്രാർത്ഥനയും വേണം. അതിനപ്പുറം മറ്റൊരാളെയും കാത്തു നിൽക്കാതെ ഗാസയ്ക്ക് വേണ്ടി ഇന്ന് പ്രവർത്തിക്കുന്ന ഒതന്റിക് ആയിട്ടുള്ള റിലീഫ് ഫൗണ്ടേഷനുകളുടെ ഭാഗമാവാൻ നമ്മൾ മുന്നോട്ട് വരണം എന്നുള്ളതാണ്. ലോകത്ത് എവിടെയും ആക്സസിബിൾ ആയിട്ടുള്ള റെഡ് ക്രസന്റ്, UNRWA, ഇസ്ലാമിക് റിലീഫ് ആൻഡ് ഫൗണ്ടേഷൻ ഫോർ ഗാസ, ഇതുപോലെ ആക്റ്റീവ് ആയിട്ടുള്ള സോഷ്യൽ മീഡിയ അക്കൗണ്ടുകൾ വഴി, യൂട്യൂബ് വഴിയെല്ലാം, അല്ലെങ്കിൽ എവിടെയും അവൈലബിൾ ആയിട്ടുള്ള അവരുടെ ഡൊണേഷൻ ലിങ്കുകൾ വഴി നമുക്ക് പറ്റുന്നത് അത് എത്ര രൂപ ആയിക്കോട്ടെ ഹെൽപ്പ് ചെയ്യാൻ വേണ്ടി നമ്മൾ ട്രൈ ചെയ്യുക. ജീവിതത്തിൽ മറ്റൊരാളെയും സഹായിക്കാൻ പറ്റിയിട്ടില്ലെങ്കിലും ലോകത്തിന്റെ മുന്നിൽ കരഞ്ഞ കൈ നീട്ടുന്ന ഇവരെ നമ്മൾ കാണാതെ പോകരുത്. നമ്മളെ കൊണ്ട് കഴിയുന്നത് ചെയ്യണം. അതിന് ഏറ്റവും ആപ്റ്റ് ആയിട്ടുള്ള ടൈം ഇതാണെന്ന് ഞാൻ പറയും. ഒരു നേരത്തെ ഭക്ഷണം, ഒരു നേരത്തെ പ്രതീക്ഷ, അത് നമ്മുടെ കൂടെ കൈകളിലാണെന്നുള്ള തിരിച്ചറിവ് നമുക്കുണ്ടാവട്ടെ. ഒരിക്കലും വൈകിയിട്ടില്ല. ഇനിയും നമ്മളെ കാത്ത് ആ കുഞ്ഞുമക്കൾ അവിടെ തന്നെയുണ്ട്. സോ ബി കൈൻഡ്, ബി അവെയർ, ബി ഗിവിംഗ്. This is Dr. Leo signing off. Stay connected, stay motivated.